സുഹൃത്തുക്കളെ, നമ്മൾ ചരിത്ര പ്രസിദ്ധമായ തുംഗഭദ്ര ഡാമിൻ്റെ ദൃശ്യവിസ്മയം ആസ്വദിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം മറ്റൊരു ബസ്സിലാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ സാധിക്കുക. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് ദിനംപ്രതി ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി പ്രത്യേകതകളുള്ള തുംഗഭദ്ര ഡാമിനെ നേരിൽ കാണണം എന്നത് ചരിത്രത്തെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹമാണ്. തീർച്ചയായും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഡാമാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റ് ചില ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനിൽ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അനിൽ സാർ, താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പം ശരിക്കും പുറത്തേക്ക് നോക്കുന്ന അവസരത്തിൽ പിന്നെ വളരെ വൈഡായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു പിന്നെ ടോട്ടലായിട്ട് തന്നെ കാണാം അല്ലേ? അത് എത്രത്തോളം നമുക്ക് ക്യാമറയിൽ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുന്ന കാഴ്ചയിലുള്ള സൗന്ദര്യം നമുക്ക് ചെയ്തിട്ട് കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ വന്നിട്ട് തന്നെ കാണണം. അപ്പോൾ അനിൽസാറിനോട് ചോദിക്കാനുള്ളത്, ഈ ഡാമിന്റെ ചരിത്രം, അതിന്റെ ഒരു ഔട്ട്ലൈൻ നമ്മുടെ പ്രേക്ഷകർ. ഡാം പറഞ്ഞു കഴിഞ്ഞാൽ തുംഗഭദ്ര ഡാം ഏഷ്യയിലെ രണ്ടാമത്തെ ഡാമാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആദ്യം പ്രവേശനം ഉണ്ടായിരുന്നു ആൾക്കാർക്ക് ഡാമിന്റെ മേലെ. പിന്നെ പിന്നെ കുറെ പ്രശ്നങ്ങളായതുകൊണ്ട് ഈ ഡാമിന്റെ മേലെ ഈ കൊള്ളക്കടത്ത് അതെല്ലാം ഈ ബോംബ് വെക്കല കാണാനുള്ള പെർമിഷൻ മാത്രം. ഈ അവിടെ എൻട്രി ഇല്ല, അവിടെ പോകാനില്ല. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ടോട്ടലായിട്ട്. ചുണ്ണാമ്പ് മറ്റേ അങ്ങനത്തെ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാ ചെയ്ത സാധനം പണ്ടത്തെ. അപ്പൊ ഇത് പറഞ്ഞാല് കർണാടകവും പിന്നെ കേരളത്തിന്റെ നല്ല ഇതിൽ ഫേവറേറ്റ് ഡാമായത്. മഹാരാഷ്ട്ര, ഇത് 4 സ്റ്റേറ്റ് ഒരുമിച്ച് വരുന്നില്ല. ഇവിടെ ഇങ്ങനെ ഇത് പോകുന്ന സമയത്ത് മഹാരാഷ്ട്ര ബോർഡർ വരുന്നത്, പിന്നെ ആന്ധ്ര ബോർഡർ വരുന്നത്, തമിഴ്നാട്, ഇത് പുതിയ കർണാടക, അങ്ങനെ അത്രക്കും സ്റ്റോർ ചെയ്യുന്നുണ്ട് വെള്ളം ഇത്. പിന്നെ എല്ലാത്തിനേക്കാൾ ഉപരി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള ഇത് പറഞ്ഞാൽ നമുക്കൊരു ഇത് കാണുമ്പോ തന്നെ അതാ പറഞ്ഞത്, ഒരു വലിയൊരു കടല് പോലെയുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, തീർച്ചയായും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. കാരണം പിന്നെ അനിൽ സാറിനോട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എത്രത്തോളം ഇത് സംസാരിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ വിഷ്വൽ പകർത്തി നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ നമുക്ക് സാധ്യമല്ല. കാരണം ഇവിടെ കാണുന്ന കാഴ്ചയുടെ ഭംഗി അതേപോലെ പകർത്തി ക്യാമറയിൽ ആ ഭംഗി പൂർണ്ണമായിട്ട് വരുന്നില്ല എന്നതാണ് സത്യം. ഇത് ഇവിടെ വന്നിട്ട് കാണുക പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം. അതെ, നമ്മൾ ഇത് വെറുതെ ക്യാമറ വീട്ടിൽ നിന്നിരുന്ന് കാണുമ്പോൾ ടി വിയിൽ കാണുന്ന പക്ഷെ ഇവിടെ വന്നിട്ട് കാണുമ്പോൾ ഒരു വേറൊരു അട്രാക്ഷൻ ആണ്. അതെ. അപ്പോൾ തുംഗഭദ്ര ഡാമിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാഴ്ചയുമായി വരാം. അപ്പോൾ അനിൽ സാറ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി സഹകരിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.